നിലത്ത് കിടന്നുറങ്ങുന്ന, ആഡംബരങ്ങളൊന്നുമില്ലാതെ വെറും പഴകിയ വസ്ത്രം മാത്രം ധരിക്കുന്ന, പിന്നെ മഞ്ഞുകാലത്ത് പോലും ചെരിപ്പിടാതെ നടക്കുന്ന ഒരു 16-ാം നൂറ്റാണ്ടുകാരനായ സന്യാസിയെ നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒരു സാധാരണ സന്യാസിയുടെ ചിത്രം. അതെ. ഇനി ഈ മനുഷ്യൻ തന്നെ ഇറ്റലിയിലെ ഏറ്റവും സമ്പന്നമായ, കലോറി കൂടിയ സബാഗ്ലിയോൺ എന്ന പ്രശസ്തമായ ഡിസേർട്ട് കണ്ടുപിടിക്കുന്നുവെന്ന് പറഞ്ഞാലോ? ശരിക്കും കേൾക്കുമ്പോൾ എന്തോ തകരാറുള്ളതുപോലെ തോന്നും. അല്ലേ? പോരാത്തതിന് അദ്ദേഹം വിവാഹജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു എക്സ്പെർട്ട് കൗൺസിലറായി മാറുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ആഴത്തിലുള്ള ചർച്ചയിലേക്ക് ശ്രോതാവായ നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് വിശുദ്ധ പാസ്കൽ ബെയ്ലോണിന്റെ വിചിത്രമായ ജീവിതകഥയാണ്. തീർച്ചയായും ഈ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുള്ളത് പലയിടത്തു നിന്നാണ് കേട്ടോ. ചരിത്രരേഖകൾ, കത്തോലിക്ക വെബ്സൈറ്റുകൾ, കലാചരിത്രം, എന്തിനേറെ പറയുന്നു, ഒരു പാചകക്കുറിപ്പുകളുടെ ബ്ലോഗ് വരെ ഇതിലുണ്ട്. അതെ, ഇദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും ഒരു ചരിത്ര സിനിമയും ആക്ഷൻ ത്രില്ലറും പിന്നെ ഒരു കുക്കറി ഷോയുമൊക്കെ ചേർന്ന ഒരു ഒന്നാം തരം തിരക്കഥ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു വിശേഷണം വളരെ കൃത്യമാണ്. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഒരു വ്യക്തിയിൽ എങ്ങനെ ഒത്തുചേർന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് നമ്മൾ ആദ്യം നോക്കണം. സ്പെയിനിലെ ഒരു ഗ്രാമത്തിലാണല്ലേ അദ്ദേഹം ജനിച്ചത്? അതെ, 1540-ൽ സ്പെയിനിലെ ടോറെ ഹെർമോസ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അതായത് അതൊരു പെന്തക്കോസ്ത് ദിവസമായിരുന്നു. സ്പാനിഷ് ഭാഷയിൽ ആ ദിവസത്തെ പാസ്ക്വ ഡേ പെന്തക്കോസ്തേസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ നിന്നാണ് പാസ്കൽ എന്ന പേര് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്നത്. ഓ, അങ്ങനെയാണ് ആ പേര് വന്നത്. അതെ. പിന്നെ വളരെ ദരിദ്രരായ കർഷകരായിരുന്നു മാതാപിതാക്കൾ. ആ ദാരിദ്ര്യം കാരണം വെറും 7-ാമത്തെ വയസ്സുമുതൽ 24-ാമത്തെ വയസ്സുവരെ അദ്ദേഹം ജോലി ചെയ്തത് ഒരു ആട്ടിടയനായിട്ടാണ്. ഒരു 16-ാം നൂറ്റാണ്ടിലെ ആട്ടിടയന്റെ ജീവിതമെന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ യാതൊരുവിധ സുരക്ഷയോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒന്നാണ് എന്ന് നമ്മൾ ഓർക്കണം. ശരിയാണ്. ഈ വിവരങ്ങൾ വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ്. അതായത് തന്റെ ആടുകൾ അബദ്ധത്തിലെങ്ങാനും മറ്റുള്ളവരുടെ കൃഷിയിടത്തിൽ കയറി വിളകൾ നശിപ്പിച്ചാൽ തന്റെ ആ ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ടുകൾ കൊടുത്ത് അദ്ദേഹം അതിന് നഷ്ടപരിഹാരം നൽകുമായിരുന്നു. അത്രയ്ക്ക് സത്യസന്ധനായിരുന്നു അദ്ദേഹം. തനിക്ക് കഴിക്കാൻ കിട്ടുന്ന ചെറിയ ഉച്ചഭക്ഷണം പോലും വഴിയിൽ കാണുന്ന പാവങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട മാർട്ടിൻ ഗാർസിയ എന്ന ധനികനായ യജമാനൻ അദ്ദേഹത്തെ ദത്തെടുക്കാമെന്നും തന്റെ സ്വത്തുക്കൾ മുഴുവൻ എഴുതിവെക്കാമെന്നും ഓഫർ ചെയ്തു. പക്ഷെ പാസ്കൽ അത് വേണ്ടെന്ന് വെച്ചു. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ലോട്ടറിയായിരുന്നു ആ ഓഫർ. എന്നാൽ പാസ്കൽ കണ്ട ലോകം അതല്ലായിരുന്നു. പിന്നെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം? പണത്തേക്കാളും സുരക്ഷിതത്വത്തേക്കാളും ഉപരിയായി തന്റേതായ ഒരു ആത്മീയ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സന്യാസ ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പാവപ്പെട്ടവനായി ജനിച്ച് പാവപ്പെട്ടവനായി ജീവിച്ചു മരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം ആ യജമാനോട് ഉറപ്പിച്ചു പറഞ്ഞു. നിൽക്കൂ, ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. സന്യാസിയാകാൻ ആഗ്രഹിച്ചുവെന്ന് പറയുമ്പോഴും ഇദ്ദേഹം വലിയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ദൈവശാസ്ത്രം പഠിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതിരുന്ന ഒരു ആട്ടിടയൻ എങ്ങനെയാണ് അക്ഷരങ്ങൾ പഠിച്ചത്? അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. വഴിപോക്കരോട് അക്ഷരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയാണ് അദ്ദേഹം പഠിച്ചതെന്നാണ് നമ്മുടെ സ്രോതസ്സുകൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ഗ്രാമീണൻ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ വഴിയിൽ കാണുന്നവരോട് ചോദിച്ച് മൊബൈൽ ഫോണിലൂടെ കോഡിംഗ് പഠിക്കുന്നത് പോലെയാണിത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും പ്രാക്ടിക്കലാണോ? ഒറ്റ നോട്ടത്തിൽ അതൊരു അതിശയോക്തിയായി തോന്നാം. എന്നാൽ അദ്ദേഹം പഠിച്ച രീതി വളരെ ലളിതമായിരുന്നു. തന്റെ കയ്യിലുള്ള ചെറിയ പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ അദ്ദേഹം വഴിപോക്കരെ കാണിക്കും. അവരോട് അതെങ്ങനെയാണ് ഉച്ചരിക്കുക എന്ന് ചോദിച്ചു മനസ്സിലാക്കും. ഭയങ്കര ഡെഡിക്കേഷൻ തന്നെ. അതെ. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ആടുകളെ മേയ്ക്കുന്ന സമയത്ത് ദിവസങ്ങളോളം വലിയൊരു നിശബ്ദതയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഈ ഏകാന്തത അദ്ദേഹത്തിന് ചിന്തിക്കാനും ധ്യാനിക്കാനും ധാരാളം സമയം നൽകി. കത്തോലിക്ക സഭ ഇതിനെ ഇൻഫ്യൂസ്ഡ് നോളജ് എന്നാണ് വിളിക്കുന്നത്. ഈ ഇൻഫ്യൂസ്ഡ് നോളജ് എന്ന് വെച്ചാൽ, അതായത് യാതൊരു പുസ്തകവും വായിക്കാതെ ദൈവം നേരിട്ട് തലയിലേക്ക് അറിവ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു എന്നാണോ? അത് കുറച്ച് മിസ്റ്റിക്കലായൊരു വിശദീകരണമല്ലേ? തികച്ചും മിസ്റ്റിക്കലായി മാത്രം അതിനെ കാണേണ്ടതില്ല. വർഷങ്ങളോളമുള്ള അങ്ങേയറ്റത്തെ ഏകാഗ്രതയും ഫോക്കസും ഇതിലുണ്ട്. സാധാരണ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് തിയറി പഠിക്കുമ്പോൾ അദ്ദേഹം പ്രകൃതിയെയും മനുഷ്യനെയും നിരീക്ഷിച്ച്
വളരെ ആഴത്തിലുള്ള ഒരു ധ്യാനാവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ ഗ്രഹിച്ചത്. അപ്പോൾ അനുഭവങ്ങളിൽ നിന്നുള്ള പഠനമായിരുന്നു അത്? അതെ, തന്റെ ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ച് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ഒരുതരം ഫിലോസഫിയാണത്. ഈ അറിവ് വെച്ചാണ് അദ്ദേഹം പിൽക്കാലത്ത് വലിയ ദൈവശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്നത്. ആ ഒരു അറിവും ഉൾക്കാഴ്ചയുമായിരിക്കണം അദ്ദേഹത്തെ സന്യാസ ജീവിതത്തിലേക്ക് നയിച്ചത്. 1564 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം അൽക്കാൻട്രൈൻ സഭയിൽ ചേർന്നു. അതെ, അക്കാലത്തെ ഏറ്റവും കർശനമായ നിയമങ്ങളുള്ള ഒരു ഫ്രാൻസിസ്കൻ സഭയായിരുന്നു അത്. സഭയിലെ മുതിർന്ന ആളുകൾക്ക് പാസ്കലിന്റെ അറിവ് കണ്ടിട്ട് അദ്ദേഹത്തെ ഒരു പുരോഹിതനാക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു. എന്നാൽ പാസ്കൽ അടങ്ങ് സ്നേഹപൂർവ്വം നിരസിച്ചു, അല്ലേ? അതെ, താനൊരു സാധാരണ അൽമായ സന്യാസിയായി, അതായത് ഒരു ലേ ബ്രദറായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ചരിത്രം കേൾക്കുന്ന ശ്രോതാവായ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ചരിത്രത്തിൽ മനുഷ്യരെല്ലാം അധികാരത്തിനും പ്രൊമോഷനും വേണ്ടി പരസ്പരം കൊല്ലാൻ വരെ തയ്യാറാകുമ്പോൾ ഇദ്ദേഹം പണക്കാരനാകാനുള്ള അവസരവും പുരോഹിതനാകാനുള്ള പ്രൊമോഷനും മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇത്ര വലിയ സ്വാധീനമായി മാറിയതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അധികാരത്തിന് പിന്നാലെ പോകുന്നവരെ ജനങ്ങൾക്കെപ്പോഴും സംശയമായിരിക്കും. അതെ, ശരിയാണ്. എന്നാൽ അധികാരവും പണവും വേണ്ടെന്ന് വെച്ച് മഠത്തിൽ പാചകക്കാരനായും തോട്ടക്കാരനായും ഭിക്ഷയാചിക്കുന്നവനായും ജീവിക്കാൻ തയ്യാറായ ഒരാളെ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കും. അതൊരു നാടകമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവമായിരുന്നു. അദ്ദേഹത്തോടുള്ള വിശ്വാസം കൂടാൻ കാരണമായ മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാനയോടുള്ള അങ്ങേയറ്റത്തെ ഭക്തിയാണ്. എവിടെയായിരുന്നാലും എന്ത് ജോലി ചെയ്യുകയായിരുന്നാലും പള്ളിയിലെ മണി മുഴങ്ങുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അതെ, സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ കുർബാനയുമായി വരുന്നത് അദ്ദേഹം ദർശിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനെ വെറുമൊരു വിശ്വാസം എന്നതിലുപരി യൂറോപ്യൻ കലാചരിത്രത്തിലെ തന്നെ വലിയൊരു വിഷയമായിട്ടാണ് കാണേണ്ടത്. ആ പ്രാഡോ മ്യൂസിയത്തിലുള്ള ചിത്രത്തിന്റെ കാര്യമല്ലേ? അതെ, ജിയാംബാറ്റിസ്റ്റ ടിയേപോളോ എന്ന പ്രശസ്ത ചിത്രകാരൻ വരച്ച പാസ്കലിന്റെ ഈ ദർശനത്തിന്റെ ചിത്രം ഇപ്പോഴും മാഡ്രിഡിലെ പ്രാഡോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. ആ ഭക്തി അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നില്ല. 1576 യൂറോപ്പിന്റെ ചരിത്രഗതിയെ തന്നെ സ്വാധീനിക്കുന്ന ഒരു വലിയ ദൗത്യത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴയ്ക്കുന്നത് ഈ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അതായത് സ്പെയിനിൽ നിന്ന് ഫ്രാൻസിലേക്കുള്ള ആ യാത്ര. അതെ, പാരീസിലുള്ള ഫ്രാൻസിസ്കൻ സഭാതലവന് അതീവ രഹസ്യമായൊരു കത്ത് കൈമാറാനുള്ള ദൗത്യം സഭ പാസ്കലിനെ ഏൽപ്പിച്ചു. ആ കാലഘട്ടമെന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു. കാൽവിനിസ്റ്റുകളും കത്തോലിക്കരും തമ്മിൽ രക്തരൂക്ഷിതമായ മതയുദ്ധങ്ങൾ നടക്കുന്ന സമയം. ജീവൻ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു യാത്രയായിരുന്നു അത്. ഈ മതയുദ്ധം എന്ന് പറയുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ലല്ലോ. അവർ തമ്മിലുള്ള പ്രധാന തർക്കം തന്നെ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നില്ലേ? അതെ, അതിനെ ചൊല്ലിയായിരുന്നു പ്രധാന തർക്കം. കത്തോലിക്കരുടെ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പവും വീഞ്ഞും അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നു. ഇതിനെ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ കാൽവിനിസ്റ്റുകൾ ഇതിനെ തീർത്തും എതിർത്തു, അല്ലേ? അതെ, അവരെ എതിർത്തു. അപ്പവും വീഞ്ഞും വെറും പ്രതീകങ്ങൾ മാത്രമാണെന്നും അതിൽ ദൈവീകമായ യാതൊരു മാറ്റവുമില്ലെന്നും അവർ വാദിച്ചു. ഈ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ ആ കാലത്ത് ഫ്രാൻസിൽ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ ഒരു ഭീകരാവസ്ഥയിലേക്കാണ് കത്തോലിക്ക സഭയുടെ ഒരു കത്തുമായി പാസ്കൽ നടന്നുപോകുന്നത്. ഇവിടെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇത്രയും അപകടം പിടിച്ച, അതും ഫ്രാൻസിലെ കാൽവിനിസ്റ്റുകളുടെ ഇടയിലൂടെ പോകേണ്ട ഒരു ഡിപ്ലോമാറ്റിക് മിഷന് എന്തുകൊണ്ടാണ് സഭ ഒരു പട്ടാളക്കാരനെയോ അല്ലെങ്കിൽ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനെയോ വിടാതെ ഈ പാവ സന്യാസിയെ തെരഞ്ഞെടുത്തത്? ഫ്രഞ്ച് ഭാഷ പോലും അറിയാത്ത, ചെരുപ്പിടാത്ത ഒരാളെ. അത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. ഇതെനിക്ക് തോന്നുന്നത് ഒരു 1 കോടി രൂപയൊക്കെ സുരക്ഷിതമായി കൊണ്ടുപോകാൻ വലിയ സെക്യൂരിറ്റിയുള്ള വണ്ടി ഉപയോഗിക്കുന്നതിന് പകരം കീറിയ ഒരു പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുപോകുന്നത് പോലെയല്ലേ? കീറിയ കവറുമായി പോകുന്നവനെ ആരും കൊള്ളയടിക്കില്ലല്ലോ. ആരും ശ്രദ്ധിക്കാത്ത അദ്ദേഹത്തിന്റെ രൂപം തന്നെയായിരുന്നോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചം? വളരെ കൃത്യമായൊരു അനലോഗിയാണത്. സ്വർണമോ പണമോ അണിഞ്ഞ ഉദ്യോഗസ്ഥർ ഫ്രാൻസിലൂടെ യാത്ര ചെയ്താൽ പെട്ടെന്ന് ആക്രമിക്കപ്പെടാം, സന്ദേശം പിടിക്കപ്പെടാം. എന്നാൽ കീറിയ വസ്ത്രം ധരിച്ച ഒരു പാവം യാചകനെ ആരും സംശയിക്കില്ല. അപ്പോൾ ആ ദാരിദ്ര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ടാക്ടിക്കൽ ആർമർ. അതെ, എന്നാൽ
പാസ്കൽ ആ കവചം സ്വയം തകർക്കുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. യാത്രയ്ക്കിടയിൽ ഹ്യൂഗനോട്ട് വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോഴൊക്കെ കുർബാനയെക്കുറിച്ച് അദ്ദേഹം അവരുമായി തർക്കിക്കാൻ തുടങ്ങി. കത്തോലിക്ക വിശ്വാസം ഡിഫെൻഡ് ചെയ്യാൻ അദ്ദേഹം ഒട്ടും ഭയപ്പെട്ടില്ല. ആ ധൈര്യം അദ്ദേഹത്തിന് വലിയ വില നൽകേണ്ടി വന്നു. ഓർലിയൻസിൽ വെച്ച് പ്രകോപിതരായ ജനക്കൂട്ടം അദ്ദേഹത്തെ കല്ലെറിയുകയും അദ്ദേഹത്തിന്റെ തോളിനെ സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭയങ്കരമായ ആക്രമണമായിരുന്നു അത്. എന്നിട്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പാരീസിലെത്തി ആ കത്ത് കൈമാറി വിജയകരമായി സ്പെയിനിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തി. ശരിക്കുമൊരു സ്പൈ ത്രില്ലർ സിനിമയിലെ നായകനെപ്പോലെ ശത്രുപാളയത്തിൽ പോയി തിരികെ വന്നൊരു കഥ. ഈ ആക്ഷൻ ഹീറോ പരിവേഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് പാസ്കലിന്റെ മറ്റൊരു മുഖമാണ്. പാരീസിലേക്കുള്ള യാത്ര കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ഇറ്റലിയിലെ ടൂറിൻ നഗരത്തിൽ ജീവിച്ചിരുന്നൊരു കാലമുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വിചിത്രമായ സംഭവം നടക്കുന്നത്. ആ ഡിസേർട്ട് കണ്ടുപിടിച്ച സംഭവമല്ലേ? അതെ, സ്വന്തമായി ഒരു നേരം പോലും നല്ല ഭക്ഷണം കഴിക്കാത്ത, എപ്പോഴും ഉപവാസത്തിലായിരുന്ന ഈ സന്യാസി ലോകത്തിലെ തന്നെ ഏറ്റവും കാലോറി കൂടിയ ഒരു ഡിസേർട്ട് കണ്ടുപിടിക്കുന്നു. സബാഗ്ലിയോൺ. ഈ കഥ വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചുപോയി. ടൂറിലെ സ്ത്രീകൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് സങ്കടം പറയുമായിരുന്നു. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എപ്പോഴും ക്ഷീണമാണ്, ദാമ്പത്യ ജീവിതത്തിൽ ഊർജ്ജമില്ല എന്നൊക്കെയായിരുന്നു പരാതികൾ. മനുഷ്യരുടെ സാധാരണ പ്രശ്നങ്ങൾ. ഇത് കേട്ട സന്യാസി മുട്ടയുടെ മഞ്ഞക്കരുവും കുറച്ച് പഞ്ചസാരയും മധുരമുള്ള മാർസാല വൈനും ചേർത്ത് ഒരു പ്രത്യേക പാനീയമുണ്ടാക്കി ഭർത്താക്കന്മാർക്ക് കൊടുക്കാൻ നിർദ്ദേശിച്ചു. ഈ റെസിപ്പി അക്ഷരാർത്ഥത്തിൽ ഒരു മാന്ത്രിക വിദ്യ പോലെ പ്രവർത്തിച്ചു. അതൊരു വലിയ ഹിറ്റായി മാറിയവിടെ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, തറയിൽ കിടന്നുറങ്ങുന്ന, ആഡംബരങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരു സന്യാസിക്ക് എങ്ങനെയാണ് ഈ ഭർത്താക്കന്മാരുടെ എനർജി ലെവൽ കൂട്ടാനുള്ള കെമിസ്ട്രി അറിയാൻ കഴിഞ്ഞത്? അദ്ദേഹം എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടത്? അവിടെയാണ് പാസ്കൽ എന്ന മനുഷ്യന്റെ പ്രാക്ടിക്കൽ ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുട്ടയുടെ പച്ച മഞ്ഞക്കരുവും പഞ്ചസാരയും വൈനും എന്ന് പറയുന്നത് പെട്ടെന്ന് എനർജി നൽകുന്ന, കലോറി കൂടിയ ഒരു കോമ്പിനേഷനാണെന്ന് അദ്ദേഹത്തിന് തന്റെ ചുറ്റുപാടുകളിൽ നിന്നുള്ള നിരീക്ഷണത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാകാം. ഓ, ആ ഇൻഫ്യൂസ്ഡ് നോളജ് പോലെ തന്നെ. അതെ. പക്ഷേ അതിനേക്കാൾ പ്രധാനം അദ്ദേഹത്തിന്റെ സമാനുഭാവമാണ്, അതായത് എംപതി. താനൊരു വലിയ സന്യാസിയാണെന്നും ആത്മീയ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ എന്നും അദ്ദേഹം വാശിപ്പിടിച്ചില്ല. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, അത് അവരുടെ കിടപ്പറയിലെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വളരെ അനുഭാവപൂർവ്വം കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. ആ കേൾക്കാനുള്ള മനസ്സ് അദ്ദേഹത്തെ ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി. തീർച്ചയായും. ആ റെസിപ്പി പിന്നീട് ടൂറിൻ നഗരത്തിൽ വലിയ ഹിറ്റായി മാറി. അവിടുത്തെ പ്രാദേശിക ഭാഷയിൽ ഈ ഡിസേർട്ടിന്റെ പേര് സാൻ ബജോൺ എന്നാണ്. ഇത് സാൻ പാസ്കൽ എന്ന പേരിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പാചകക്കാരുടെയും പേസ്ട്രി ഷെഫുകളുടെയും മധ്യസ്ഥനായതല്ലേ? അതെ. പോരാത്തതിന് അദ്ദേഹം അവിവാഹിതരായ സ്ത്രീകളുടെയും മധ്യസ്ഥനാണ്. റോമിലെ ട്രെസ്റ്റവേരെ എന്ന സ്ഥലത്തുള്ള അദ്ദേഹത്തിന്റെ പള്ളിയെ ആളുകൾ വിളിക്കുന്നത് തന്നെ അവിവാഹിതരായ സ്ത്രീകളുടെ പള്ളി എന്നാണ്. അത് ഭയങ്കര രസകരമാണല്ലോ. നല്ലൊരു ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി അവിടുത്തെ സ്ത്രീകൾ അദ്ദേഹത്തോട് ഒരു പ്രത്യേക കവിത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എന്ന സ്രോതസ്സുകളിൽ കാണാം. സാൻ പാസ്കൽ ബെയ്ലോൺ, സ്ത്രീകളുടെ സംരക്ഷക, അങ്ങയെപ്പോലെ തന്നെ നിറമുള്ളതും സുന്ദരനുമായ ഒരു ഭർത്താവിനെ എനിക്ക് നൽകണേ എന്നാണ് ആ ഇറ്റാലിയൻ കവിതയുടെ അർത്ഥം. ശരിക്കും ഒരു വിരോധാഭാസം തന്നെ. ഒരു വശത്തിൽ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരോട് സംവാദം നടത്തുക, മറുവശത്ത് സാധാരണക്കാരായ സ്ത്രീകളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. മനുഷ്യരെ മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു കഴിവ് വേറെയില്ല. ശരിയാണ്. എന്നാൽ 1592 മെയ് 17 അദ്ദേഹത്തിന്റെ 52ാമത്തെ വയസ്സിൽ ആ ജീവിതം അവസാനിച്ചു. ജനിച്ച ദിവസം പോലെ തന്നെ അതൊരു പെന്തക്കോസ്ത് ദിവസമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞും ചരിത്രം അദ്ദേഹത്തെ പല രീതിയിൽ ഓർമ്മിപ്പിച്ചില്ലേ? അതെ. അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ചടങ്ങിൽ കുർബാന ഉയർത്തിയ സമയത്ത് മരണപ്പെട്ട പാസ്കലിന്റെ കണ്ണുകൾ അത്ഭുതകരമായി തുറന്നുവെന്ന രേഖകൾ പറയുന്നു. കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ തെളിവായിട്ടാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. 1690-ൽ കത്തോലിക്ക സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതെ. പിന്നെ 1897 പോപ്പ് ലിയോ 13 അദ്ദേഹത്തെ യൂക്കരിസ്റ്റിക് കോൺഗ്രസുകളുടെ പാട്രണായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം മരിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് ഒരു വലിയ ദുരന്തം നേരിടേണ്ടി വന്നു.
ആ, സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്തെ സംഭവമല്ലേ? അതെ, 1936 മുതൽ 1939 വരെ നടന്ന യുദ്ധകാലത്ത് വലിയ തോതിലുള്ള ആന്റി ക്ലറിക്കൽ അഥവാ സഭയ്ക്കെതിരായ അക്രമങ്ങൾ നടന്നിരുന്നു. റെഡ് ടെറർ എന്ന് വിളിക്കപ്പെടുന്ന ഈ അക്രമങ്ങളുടെ ഭാഗമായി വിപ്ലവകാരികൾ അദ്ദേഹത്തിന്റെ കല്ലറ പൊളിക്കുകയും ഭൗതിക ശരീരം പുറത്തെടുത്ത് കത്തിക്കുകയും ചെയ്തു. അത് വലിയൊരു നഷ്ടം തന്നെയാണ്. അതെ, അവിടെ ബാക്കി ലഭിച്ച കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇന്ന് വ്യാറയലിലെ ബസിലിക്കയിൽ സ്മാരകമായി സൂക്ഷിച്ചിട്ടുള്ളത്. എങ്കിലും അദ്ദേഹത്തിന്റെ ശരീരം നശിപ്പിക്കപ്പെട്ടാലും അദ്ദേഹം ബാക്കിവെച്ച ലെഗസി ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഇത്രയും നേരം നമ്മൾ ഈ ചരിത്രം ചർച്ച ചെയ്യുമ്പോൾ ശ്രോതാവായ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് നമ്മൾ ഇന്ന് ഇതൊക്കെ കേൾക്കുന്നതെന്ന്. സാധാരണ ആളുകൾക്കും ഒരു ലെഗസി ഉണ്ടാക്കാം എന്ന് കാണിക്കാനാണ്. അതെ, വലിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച രാജാക്കന്മാരെയോ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞരെയോ മാത്രമേ ചരിത്രം ഓർമ്മിക്കുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. എന്നാൽ പാസ്കൽ ഓർമ്മിക്കപ്പെടുന്നത് തന്റെ വിനയം കൊണ്ടും മനുഷ്യരോട് കാണിച്ച അതിരില്ലാത്ത കരുണ കൊണ്ടുമാണ്. ഒരു സാധാരണക്കാരന് തന്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് എത്രത്തോളം ഉയരത്തിലെത്താമെന്നും നൂറ്റാണ്ടുകളോളം മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കാമെന്നുമുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാസ്കൽ ബെയ്ലോൺ. യാതൊരു പശ്ചാത്തലമോ ഡിഗ്രികളോ ഇല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് കലയിലും വിശ്വാസത്തിലും അങ്ങ് പാചകപ്പുരകളിൽ വരെ ഒരുപോലെ സ്വാധീനം ചെലുത്താൻ കഴിയും. തീർച്ചയായും. ഒരു പാവം ആട്ടിടയനിൽ തുടങ്ങി അധികാരങ്ങൾ വേണ്ടെന്ന് വെച്ച് ഫ്രാൻസിലെ യുദ്ധഭൂമിയിലൂടെ നടന്ന് ഡിസേർട്ടുകളുടെ ഉപജ്ഞാതാവായി മാറിയ ആ ജീവിതകഥ നമ്മളിവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച പൂർണ്ണമാക്കാം. ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ടല്ലോ ഇതില്. അതെ, ഇതുവരെ നമ്മൾ സംസാരിക്കാത്തൊരു അറിവുകൂടിയാണിത്. സ്പെയിനിലും ഇറ്റലിയിലും ഇങ്ങനെയൊക്കെയാണ് പാസ്കൽ അറിയപ്പെടുന്നതെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. 1730-ൽ ഗ്വാട്ടിമാലയിൽ ഒരു തദ്ദേശീയ പൗരന് സാൻ പാസ്കലിനെ ദർശിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതൊരു സാധാരണ സന്യാസിയുടെ രൂപത്തിലായിരുന്നില്ല, പകരം ഒരു അസ്ഥികൂടത്തിന്റെ രൂപത്തിലായിരുന്നു. ശരിക്കും കേൾക്കുമ്പോൾ അതിശയം തോന്നും. ഗ്വാട്ടിമാലയിലെ തദ്ദേശീയമായ വിശ്വാസങ്ങളും കത്തോലിക്ക വിശ്വാസവും കൂടിച്ചേർന്നാണ് അങ്ങനെയൊരു രൂപമുണ്ടായത്. അവിടെ സാൻ പാസ്ക്വാലിറ്റോ എന്ന പേരിൽ തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ വിശ്വാസരീതി തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഉടലെടുത്തു. അവിടെ ആളുകൾ എന്തിനാണ് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നത്? രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് അവിടെ ആളുകൾ അസ്ഥികൂട രൂപത്തിലുള്ള ഈ സന്യാസിയോട് പ്രാർത്ഥിക്കുന്നത്. സ്പെയിനിലെ ഒരു സാധാരണ പാചകക്കാരനായ സന്യാസി എങ്ങനെയാണ് സെൻട്രൽ അമേരിക്കയിൽ ഒരു അസ്ഥികൂട് രൂപത്തിലുള്ള സന്യാസിയായി രൂപാന്തരപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ചരിത്രത്തിന്റെ എന്തു വലിയ വിരോധാഭാസമാണിത്. ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതം അവരുടെ കാലശേഷം വ്യത്യസ്ത സംസ്കാരങ്ങൾ എങ്ങനെയൊക്കെയാണ് മാറ്റിയെഴുതുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. അതെ, ഈ അത്ഭുതകരമായ ജീവിതകഥ ശ്രോതാവായ നിങ്ങൾക്ക് വലിയൊരു കാഴ്ചപ്പാട് നൽകിയെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.